ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ഫുഡാണ്. ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തതാണ് കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തത്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഹെൽത്തി ഫുഡ് ഐറ്റമാണ്. ഇപ്പം ഇവിടെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ എടുത്തത് ചിക്കനും പിന്നെ ചിക്കൻ്റെ പീസസും, അതുപോലെ ചിക്കൻ്റെ പീസും ചിക്കൻ്റെ ലിവറും പിന്നെ മാങ്ങയൊക്കെയാണ് ഞാൻ എടുത്തത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പൂച്ച അടുത്തുണ്ട്, അതാണ് പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ചിക്കൻ പീസസ് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്ത് പിന്നെ എടുത്തത് ക്യാരറ്റും മത്തങ്ങയാണ്. മത്തങ്ങയുടെ ഒരു ചെറിയ പീസും ഒരു വലിയ ക്യാരറ്റും എടുത്ത് ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച്, പിന്നെ അതുപോലെ ഞാൻ എടുത്തതാണ് അരിയാണ്, സുലേഖ അരി. സുലേഖ അരി നമ്മൾ ചോറിന് യൂസ് ചെയ്യുന്ന സുലേഖ അരി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഇതിനെ ഞാൻ പ്രഷർ കുക്കറിലാക്കി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ചിക്കനും ക്യാരറ്റും മത്തങ്ങ എല്ലാം കൂടെ, മത്തങ്ങ ക്യാരറ്റ് വെജിറ്റബിൾസ് ഇച്ചിരി കൂടിപ്പോയാൽ കുഴപ്പമില്ല, ചൂട് കാലത്ത് വെജിറ്റബിൾസ് നല്ലതാണ്. പിന്നെ ഞാൻ അരി വാഷ് ചെയ്തത് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം, വേറെ പൊടികളൊന്നും ചേർക്കില്ല. ഇത് ഡോഗ്സിനും ക്യാറ്റ്സിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഞാൻ വെള്ളവും കൂടെ ചേർക്കും, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് പിന്നെ പ്രഷർ കുക്കറിൽ വെച്ചാണ് ബോയിൽ ചെയ്തത്. ഇത് സ്മെല്ല് കേൾക്കുമ്പം തന്നെ പൂച്ച വിളിക്കാൻ തുടങ്ങും. പിന്നെ ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിം വെക്കണം, വിസിൽ വരാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതിന് ശേഷം 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് അതിന് എടുക്കുന്നത്. അപ്പോൾ ഇത് ക്യാരറ്റ് മത്തങ്ങയ്ക്ക് പകരം നമ്മൾ ക്യാരറ്റ് മത്തങ്ങയുടെ കൂടെ തന്നെ പൊട്ടറ്റോ, ബീൻസ് ഇതൊക്കെ ആഡ് ചെയ്യാം. ബീൻസൊക്കെ ഡോഗ്സിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ ക്യാറ്റ്സിന് നല്ലതാണ്. ഗ്രീൻ പീസ് ഡോഗ്സ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡോഗ്സ് കറണ്ട് കൊടുക്കാൻ വന്നപ്പോൾ ഒരു കമൻറ്റ് വന്ന് ഡോഗ്സ് കറണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ ഡോഗ്സിന് കറണ്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്, ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ വിസിൽ വന്നതിന് ശേഷമാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. സാധാരണ ഞാൻ സ്ട്രേ ഡോഗ്സിന് കൊടുക്കാറുണ്ട്. ഇന്ന് പക്ഷേ അമ്പലത്തിലൊക്കെ പോകണം, അതുകൊണ്ട് ഞാൻ സ്ട്രേ ഡോഗിന് കൊടുത്തില്ല. അതിന് പകരം എൻ്റെ വീട്ടിലുള്ള ക്യാറ്റ്സ് തന്നെയാണ് ഞാൻ കൊടുത്തത്. അത് നല്ല ഹെൽത്തിയാണ്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇപ്പം വിസിൽ വന്ന് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ബിരിയാണി പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ക്യാറ്റ്സിന് കൊടുത്തു. ആവിയെല്ലാം പോയതിന് ശേഷമാണ് ക്യാറ്റ്സിന് കൊടുത്തത്. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഡോഗ്സിന്, സ്ട്രേ ഡോഗ്സിനെ കൊടുക്കാറുണ്ട്. ഇത്തവണ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് വീട്ടിലുള്ള ക്യാറ്റ്സിന് മാത്രമാണ് കൊടുത്തത്. അവർക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം ക്യാറ്റ് ഫുഡ് കഴിക്കുന്നത്. ഇതാണ് ബിരിയാണി. ഇതേണ്ട എല്ലാവരും ഫുഡ് കഴിക്കാൻ അടികൂടുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ്, അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.